ഞങ്ങൾ ആദ്യം ഒരു 10,000 രൂപ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും അതെ എല്ലാവരും കൂടി ഇട്ടിട്ടാണ് സ്റ്റാർട്ട്. അടുത്ത 5 വർഷം ഞങ്ങളുടെ മെയിൻ ഫോക്കസ് ഈ ടെൻഡർ എങ്ങനെ ക്വാളിഫൈ ചെയ്യാം, എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ നമുക്ക് ഉണ്ടാക്കാം. അടുത്ത 5 വർഷം ഞങ്ങൾ ഇതിനു വേണ്ടി അതിന്റെ പുറകെ നിന്ന് അവര് നിങ്ങൾക്ക് അവാർഡ് ചെയ്തു. അത് എത്രയായിരുന്നു, എമൗണ്ട് എത്രയായിരുന്നു? അത് ഫസ്റ്റ് ഇയറിൽ ഒരു 50 കോടി കോടിയോ? അപ്പൊ ആ സമയത്ത് സൈറക്സിന്റെ ടേൺ ഓവർ അത്രയുണ്ടോ? അതെ, ഞങ്ങൾ ഏകദേശം 50 കോടി പക്ഷെ എടുക്കുന്നത് ഈ ഒരു വർഷത്തെ ടേൺ ഓവറിന് തുല്യമായിട്ടുള്ള സാധനമാണ് നിങ്ങൾ എടുക്കുന്നത്. പക്ഷെ അതിന്റെ മാൻ പവറോ? അപ്പോൾ അറ്റ് പ്രസന്റ് ഞങ്ങൾ 4 സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് സർവീസ് ഞങ്ങളിപ്പോ ചെയ്യുന്നുണ്ട്. എക്സലന്റ്. എവിടെയൊക്കെയാണത്? ഞങ്ങൾ ലാസ്റ്റ് കിട്ടിയത് ഞങ്ങൾക്ക് രാജസ്ഥാനാണ്, അതിനു മുമ്പ് ആന്ധ്ര ഗവൺമെന്റ് കിട്ടി, പിന്നെ കേരള ഗവൺമെന്റ്. കേരള കിട്ടി. ഇന്ത്യ ഉൾപ്പെടെ 4 രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് സർവീസ് ഉണ്ട്. അന്ന് 3 പേരുണ്ടായിരുന്നു, ഇന്ന് ഞങ്ങൾക്ക് 1100ഓളം സ്റ്റാഫുകൾ ഇപ്പൊ ഞങ്ങളുടെ പേരോളിലുണ്ട്. 4 സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ വലുതാണ്. എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഫണ്ട് വേണം. അതെ, അവിടെ നിന്നാണ് ഒരു ഫണ്ടിങ്. ഇപ്പൊ ഞങ്ങൾക്ക് ലാസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയത് 140 കോടിയാണ് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ്. 140 കോടി ഇൻവെസ്റ്റ്മെന്റ്. അതെ അതെ. നിങ്ങൾ എത്ര എക്യുപ്മെന്റ്സ് ആയിരിക്കും ഒരു ഹോസ്പിറ്റലിൽ ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പൊ ഞങ്ങൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു 5,50,000ഓളം എക്യുപ്മെന്റ്സ്. 5,50,000 എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അതെ അതെ അതെ. മൈ ഗോഡ്. അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? നമ്മള് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതും, ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉള്ളത് ഞങ്ങൾ തന്നെയാണ്. സൈറക്സ് തന്നെ. സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. വി ആർ ദ നമ്പർ 1 ബയോമെഡിക്കൽ കമ്പനി ഇൻ ഇന്ത്യ. രണ്ട് സുഹൃത്തുക്കൾ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് അവർക്ക് തോന്നുന്നു ഒരു സംരംഭം തുടങ്ങണം. കൂടെ വേറൊരാളുമുണ്ട്. അവരൊരു ചെറിയ രീതിയിൽ ഒരു സംരംഭം തുടങ്ങുന്നു, അത് സ്കെയിലപ്പ് ചെയ്യുന്നു. പിന്നീട് അത് വളർന്ന് പന്തലിച്ച് ഇന്ത്യ ഒട്ടുക്കും വളരുന്നു, വിദേശത്ത് പോകുന്നു. എന്തിന് IPOയ്ക്ക് പോകാൻ വരെ തയ്യാറെടുക്കുന്നു. വാല്യുവേഷൻ കോടികളാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ഇത് സിനിമയല്ല, ജീവിതമാണ്. സംരംഭമോഹികൾക്ക് ഒരു പാഠപുസ്തകമാവാൻ പോകുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കാം ഇത്. ഈ സ്പാർക്കുള്ള കഥ പറയാൻ എന്നോടൊപ്പം ഇരിക്കുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ശ്രീ ജോയ് ആണ്. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. നിങ്ങളൊരു സംരംഭകനോ സംരംഭം തുടങ്ങാനിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. ഇതിൽ നിരവധി പാഠങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ജോയ്, സ്വാഗതം സ്പാർക്കിലേക്ക്. ജോയെ ഞാൻ കണ്ടുമുട്ടുന്നത് എനിക്ക് 2008-ലാണ്. അതെ അതെ. അന്നത്തെ കാലം തൊട്ട് നിങ്ങളുടെ ആ തുടക്കം തൊട്ട് ഇന്ന് വരെയുള്ള വളർച്ചയുടെ ഒരു ഭാഗമായി നിൽക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ്. എൻ്റെ ഈഗിൾ കോച്ചിങ്ങിന് വരുമ്പോഴും ഈഗിൾ ബിസ്കോണിൻ്റെ വേദിയിൽ 1000 പേരുടെ മുന്നിൽ നിങ്ങൾ അവതരിപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ സഹോദര തുല്യരാണ്, ജോയും അജിത്തും. രണ്ടുപേരെയും ഈ സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ ഇരുത്തണമെന്നായിരുന്നു ആഗ്രഹം. അൺഫോർച്ചുനേറ്റ്ലി അജിത്ത് വിദേശത്തായി പോയി, അതുകൊണ്ട് എനിക്ക് ജോയെ കിട്ടിയുള്ളൂ. ശരി, രണ്ടുപേരെ റെപ്രസെന്റ് ചെയ്ത് ജോയ് ആയിക്കോട്ടെ. ജോയുടെ നാട്? എൻ്റെ വീട് എറണാകുളം ജില്ലയില് മുളന്തുരുത്തിയില് തുപ്പമ്പടി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്, അവിടെയാണ്. പഠിച്ചത് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെയുള്ള ഒരു മലയാളം മീഡിയം സ്കൂള്. അതിനുശേഷം പ്രീ ഡിഗ്രി ചെയ്തു, കൂത്താട്ടോളം ഗവൺമെന്റ് കോളേജിൽ ചെയ്തു. പണ്ട് തൊട്ടേ എനിക്ക് ഇലക്ട്രോണിക്സിലൊക്കെ കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലൊക്കെ ഈ ഫോട്ടോ ഫ്രെയിമിലൊക്കെയുള്ള LED ഒക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഇലക്ട്രോണിക്സിൽ താല്പര്യം ഉണ്ടല്ലോ, അങ്ങനെ നീ ഇലക്ട്രോണിക്സ് പഠിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ചേരുന്നത്. അങ്ങനെ 3 വർഷം അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ്. അതെ അതെ. ഫാദർ, പാരന്റ്സ് എന്താ ചെയ്യുന്നത്? പാരന്റ്സ് വീട്ടിലെ കൃഷി, പിന്നെ കൂലിപ്പണി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ പോലെ തന്നെ വളരെ എളിയ സാഹചര്യങ്ങളിലാണ് വരവ് അല്ലേ? അതെ അതെ. പഠനം കഴിഞ്ഞ് എന്തായിരുന്നു ചെയ്തത്? പഠനം കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞു. അപ്പൊ പിന്നെ കൂടെയുള്ളവരൊക്കെ എഞ്ചിനീയറിങ്ങിനൊക്കെയാണ് പോയിരുന്നത്. അപ്പം നമ്മളും ട്രൈ ചെയ്തു, എഞ്ചിനീയറിങ്ങിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ബാങ്ക് ലോണൊക്കെ ട്രൈ ചെയ്തപ്പോൾ അന്ന് ബാങ്ക് ലോൺ കിട്ടിയില്ല. നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള ഒരു കേപ്പബിലിറ്റി കുറവാണെന്ന് മാനേജർക്ക് മനസ്സിലായി കാരണമാണെന്ന് തോന്നുന്നു. അന്ന് ലോൺ കിട്ടിയില്ല. അപ്പോൾ പിന്നെ അടുത്തത് ജോലി നേടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വിപ്രോ എന്ന് പറയുന്ന വിപ്രോ ജി എന്ന് പറയുന്ന അൾട്രാസൗണ്ട് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ ഡീലറുടെ കൂടെ ഞങ്ങൾക്ക് സർവീസ് എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അതെ അതെ, ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന സ്കാനിങ് മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീൻ ട്രെയിനിങ് ഒക്കെ തന്നു. അതെ അതെ അതെ. നല്ല ശമ്പളം വല്ലതും കിട്ടിയോ അവിടെ?
സ്റ്റാർട്ടിങ്ങില് 3500 രൂപയായിരുന്നു ശമ്പളം അത്രേ ഉള്ളൂ. ആ സമയത്ത്. അതുകൊണ്ടൊന്നും പച്ച പിടിക്കൂല നമ്മള്. അല്ല, 3500 രൂപ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് 1000 രൂപ ഒരു കമ്പനി ട്രെയിനിങ്ങിന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അതും പിടിക്കും. അപ്പൊ 2500 രൂപ നമ്മുടെ അത് ഇതിൽ വെച്ച് എവിടെ കിട്ടും. നിന്ന് ജീവിക്കാനാ? അതെ, അതെ, അതെ. ഓക്കെ. അവിടെ എത്ര വർഷം അങ്ങനെ പോയി? 3 വർഷത്തോളം ഞാൻ ആ നിന്ന്. കമ്പനിയിലുണ്ടായിരുന്നു. നിന്ന്. പക്ഷെ അവിടെയാണ് നിങ്ങൾ അജിത്തിനെ കണ്ടുമുട്ടുന്നത്. അതെ, അതെ. എനിക്ക് ആ കമ്പനിയിൽ ഞാൻ നിന്നു. എനിക്കറിയാം ഈ പണി അധികം ആളുകൾക്ക് അറിയില്ല. ഇത് പഠിച്ചാൽ പ്രയോജനം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. അത് കാരണം ഈ സാലറി കുറവാണെങ്കിലും ഞാൻ അവിടെ ഇരുന്ന് പിടിച്ചു നിന്നു. അപ്പൊ അജിത്ത് അവിടെ എന്ത് ചെയ്യായിരുന്നു? അതെ, ഞാൻ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ അജിത്ത് എന്റെ സീനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. സീനിയർ ആണല്ലേ? അതെ, അതെ. അത് ശരി. സർവീസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ അജിത്ത് ഒരു ഗുരുതുല്യനാണ്. അജിത്താണ് എനിക്ക് ഈ വർക്കുകളൊക്കെ പഠിപ്പിച്ചു തരുകയൊക്കെ ചെയ്തത്. ഓ ശരി. തന്നെയല്ലേ ഞങ്ങൾ വർക്ക് ചെയ്തത്, ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ വർക്ക് ചെയ്തതും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നതും സെയിം റൂമിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് അവിടെ നിന്ന് മുതലാണ് ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു സുഹൃത്ത് ബന്ധമല്ല, സുഹൃത്തിനേക്കാൾ ഉപരി ഒരു എന്താ പറയാ, ഒരു സഹോദര ബന്ധത്തിൽ നിന്നാണ് അങ്ങനെ ഒരു എല്ലാ വലിയ സംരംഭങ്ങളുടെയും പിന്നിൽ ചില സൗഹൃദങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ജോയും അജിത്തും. അതെ. ശരി. അപ്പൊ ഒരു 3 കൊല്ലം അവിടെ ജോലി ചെയ്തു അല്ലെ? ആ കാലത്താണ് അവിടെ നിന്ന് മാറണം തോന്നുന്നത്. അതെ, അതെ. എന്തായിരുന്നു അത്? ഞാൻ 23-ാമത്തെ വയസ്സിലാണ് കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഇത് ഒരു ബിസിനസ്സോ അങ്ങനെയായിട്ടല്ല ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് കിട്ടുന്ന സാലറി കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ആകുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ ഓർത്തു ഈ വർക്ക് അറിയാവുന്ന പുറത്തെ ആളുകളും കുറവാണ്, സർവീസ് അറിയാവുന്ന ആളുകളും കുറവാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഇത് സ്വന്തമായിട്ട് ഒരു സർവീസ് കമ്പനിക്ക് ഹോസ്പിറ്റലിന് കൊടുത്തുകൂടാന്ന് തോന്നി. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു ഹൈജീൻ. നിങ്ങൾ രണ്ടുപേരും വേറൊരു സുഹൃത്തും കൂടി ഉണ്ട്. അതെ, അതെ. അങ്ങനെ 3 പേരും കൂടി അതെ, 3 പുറത്തേക്ക് ഇറങ്ങി. അതെ. എന്തെങ്കിലും സ്ഥാപനത്തിന് പേര് വേണ്ടേ? അതെ. അന്ന് ഒരു ഹൈജീൻ മെഡിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു പേരിട്ടിട്ട് ഞങ്ങള് HMS. അതെ, അതെ. ഓക്കെ. ഏത് വർഷമാണത്? ഞങ്ങള് 2003-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ 2008-ലൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പൊ HMS-ഉമായിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകും. അപ്പൊ ഓഫീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ സർവീസ് ആയ കാരണം അധികം ഇൻവെസ്റ്റ്മെന്റോ ഒന്നും ഇതിന് വന്നില്ല. അപ്പൊ ആകെ ഒരു ടൂൾ ബാഗ്, അതിന് സ്ക്രൂ ഡ്രൈവർ, മൾട്ടിമീറ്റർ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സർവീസ് റിപ്പോർട്ട്. എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വന്നു? ഞങ്ങൾ ആദ്യം ഒരു 10,000 രൂപ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും അതെ, അതെ, എല്ലാവരും കൂടി ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ തൊഴിലാളിയൊന്നുമില്ല, നിങ്ങളൊക്കെ തന്നെ? ഞങ്ങൾ തന്നെ എല്ലാം സർവീസും. പക്ഷെ നിങ്ങൾക്ക് ഈ വർക്ക് കിട്ടിയോ? തീർച്ചയായും. എന്താ വെച്ചാൽ ഞങ്ങൾ ഈ സർവീസ് ആയ കാരണം ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിലുള്ള ഡയറക്റ്റ് ഡിസിഷൻ മേക്കറായിട്ടോ ഓണറായിട്ടോ എല്ലാവരുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞങ്ങളെ സഹായിക്കണമെന്ന് അവർക്കുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം അവര് വർക്ക് വരുമ്പോൾ ഞങ്ങളെ വിളിച്ച് സർവീസ് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ സർവീസ് ചെയ്തു കൊടുക്കും. അപ്പൊ ഈ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് പോകുന്ന നിങ്ങൾ പോകുന്ന തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളം? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളുടെ കോസ്റ്റ് വളരെ കുറവാണ്. കമ്പനി 15,000 രൂപ ചാർജ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് 3,000-5,000 രൂപ കിട്ടിയാൽ മതി. നമുക്ക് ലാഭമാണ്, നമുക്ക് വേറെ ചെലവുകളില്ലല്ലോ. വർക്ക് അറിയാന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ വർക്ക് തരാൻ തുടങ്ങി. അതെ, അതെ. അപ്പൊ അത് വളർന്നോ പിന്നീട്? അതെ. അപ്പൊ നല്ലൊരു അപ്രോച്ച് ആയിരുന്നു. ഞങ്ങളുടെ കസ്റ്റമർ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ മാർക്കറ്റിൽ ഞങ്ങളൊന്ന് അറിയാൻ തുടങ്ങിയത്. അപ്പൊ ഞങ്ങൾ കോമ്പറ്റീഷനുള്ള ആളുകളും ഇത് ഇങ്ങനെ ഒരു ആളുകളുണ്ടല്ലോ എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ 1-2 കമ്പനിയുടെ സെയിൽസിന്റെ ഡീലർഷിപ്പ് ഞങ്ങൾക്ക് സെയിം പ്രൊഡക്റ്റിന്റെ തന്നെ അവർ ഇങ്ങോട്ട് തുടങ്ങി. അതെ, അതെ. ഓ വെരി ഗുഡ്. അപ്പൊ സർവീസ് കൂടാതെ സെയിൽസ്. അതെ, അതെ. അപ്പൊ പയ്യെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അത് അപ്പൊ എംപ്ലോയീസിലോട്ടൊക്കെ എത്തിയോ പിന്നീട്? സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കേരളത്തിലെ 3 ഡിസ്ട്രിക്ട് ആണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഓരോ ഏരിയ വൈസ് കൂട്ടാൻ തുടങ്ങി. അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ ആളുകളെ കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ HMS വളർന്ന് എത്ര പേരൊക്കെ എത്തി? ഞങ്ങള് ഏകദേശം ഒരു 50 പേരൊക്കെ ആയി. ഞങ്ങൾ കേരളം കവർ ചെയ്യാവുന്ന രീതിയിലായി. 50 പേരൊക്കെ ആയി ആ സമയത്ത് അല്ലേ? 50 പേര്. എത്ര 2013 എത്ര വിറ്റുവരവൊക്കെ ആയി ആ സമയത്ത്? അന്ന് ഏകദേശം ഒരു 20 കോടി ടേൺ ഓവർ ഒക്കെ അത്രയൊക്കെ എത്തിച്ചു ആ കാലയളവിൽ അല്ലേ? ആ സമയത്താണ് ഒരു എക്സ്പാൻഷൻ മോഡിലേക്കൊക്കെ പോകണം എന്ന് നിങ്ങൾക്ക് തോന്നിയത് അല്ലേ? അപ്പൊ അതൊരു കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കിയോ? അതെ. അപ്പൊ 2013 അപ്പൊ നമ്മൾ ഓർത്തു നമ്മുടെ ഒരു നല്ലൊരു സർവീസ് പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് കസ്റ്റമർക്ക് ഇത് ആവശ്യമുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ ഓർത്തു ഇത് ഒന്ന് ബേസ് സ്ട്രക്ചർ ഒന്ന് മാറ്റാം, പക്കാക്കണം തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് നിങ്ങളുടെ ഒരു പാർട്ണർ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. അതെ, അതെ. പിന്നെ നിങ്ങൾ 2 സഹോദരങ്ങൾ മാത്രമായി അവിടെ അല്ലേ? ശരി. അജിത്തും ജോയിൻ ചേർന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി. എന്താണ് സ്ഥാപനത്തിന്? സൈറിക്സ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു പേരില്. സൈറിക്സ്. അതെ, കേൾക്കാൻ ഇമ്പമുണ്ട്. CYRIX. അതെ, അതെ. എന്താ അതിന് അർത്ഥം?
പ്രത്യേകിച്ച് അന്ന് ഒരു അർത്ഥം ഇല്ലായിരുന്നു. എങ്ങനെയോ ആ പേര് വന്നതാണ്, വന്ന് വിട്ടതാണ്. അതെ, കേൾക്കാൻ കൊള്ളാം. പിന്നെയാണ് അതിന് അർത്ഥങ്ങളായത്. അതിന് പിന്നെ അർത്ഥം ഉണ്ടാക്കുമായിരുന്നു നമ്മളല്ലേ. അതെ, അങ്ങനെ സൈറിക്സ് തുടങ്ങി. അതെ. അപ്പൊ ഈ സെയിം പ്രോഡക്റ്റ് സെയിം സർവീസ് ഇത് തന്നെയാണ്? അതെ, സെയിം സർവീസ് തന്നെയാണ് ഞങ്ങളുടെ കോർ സർവീസ്. എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും സർവീസ് എഞ്ചിനീയർ ആയ കാരണം ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും സർവീസിലൂടെ തന്നെയാണ്. അപ്പൊ ഈ പാത്തിൽ തന്നെ കുറെ കമ്പനിയുടെ ഡീലർഷിപ്പ് കിട്ടി, മൾട്ടിപ്പിൾ കമ്പനിയുടെ ഡീലർഷിപ്പ് കിട്ടി, സർവീസ് ഡീലർഷിപ്പ് കിട്ടി, അങ്ങനെ പോവുമായിരുന്നു. സൈറിക്സ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പിന്നീട് പറയാം. എന്നാലും നമ്മുടെ കർമ്മമേഖല എന്താണെന്ന് പ്രേക്ഷകർക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മൾ എന്ത് ബിസിനസ്സാണ് ഈ ചെയ്യുന്നത്? സാറേ, ഞങ്ങൾ ഹെൽത്ത് കെയറിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റ് സെയിൽസ് സർവീസ് ആക്ടിവിറ്റീസ് ആണ് ഞങ്ങളുടെ കോർ ഏരിയ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ സാറിന്റെ വീട്ടിൽ തന്നെ ഒരു എന്തെങ്കിലും ഹോം അപ്ലയൻസ് എന്തെങ്കിലും കഴിഞ്ഞ ആഴ്ച ടി വി കടായി, അതെ, കംപ്ലൈന്റ്, അതൊരു സാറിന് അന്നത്തെ ദിവസം ഒരു പെയിൻ പോയിന്റ് 3 ദിവസം പോയി. ആളുകളെ വിളിക്കണം, വന്ന സമയത്ത് വീട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, എവിടെയാണ്, കുറെ പെയിൻ പോയിന്റ് ഉണ്ട്. ഇതിന്റെ 1000 ഇരട്ടിയാണ് ഒരു ഹോസ്പിറ്റലിലുള്ള ആളുകളുടെ പെയിൻ പോയിന്റ് മാനേജ്മെന്റിന്. എന്ന് വെച്ചാൽ അവിടെയുള്ള മൾട്ടിപ്പിൾ എക്യുപ്മെന്റ് ഉണ്ട്, ഓരോ കമ്പനിയുടെ തന്നെ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതൊക്കെ സർവീസ് ചെയ്യുന്ന ഡിഫറെന്റ് ആളുകളാണ്. ഒരു കമ്പനിക്ക് തന്നെ പല പ്രോഡക്റ്റും പല ബ്രാൻഡും ഉണ്ടാവും. അതെ, അതെ, അതെ. അപ്പൊ നമ്മൾ വിളിക്കുമ്പോൾ ഒരാളല്ല വരുന്നത്. അതെ, അതെ. ഈ ഓരോ പ്രോഡക്റ്റിനും സർവീസ് എഞ്ചിനീയേഴ്സ് വേറെയാണ്. അപ്പം ഇപ്പൊ റേഡിയോളജി എക്യുപ്മെന്റ്സ് ചെയ്യുന്ന ആളുകളല്ല ICUല് ആളുകൾ പ്രൊഡക്റ്റ് ചെയ്യണം. അപ്പൊ അവരൊക്കെ വേറെ കമ്പനിക്കാരാണ്, വേറെ അവരെ വിളിക്കണം. അപ്പൊ ഇത് ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര പെയിൻ പോയിന്റ്. പിന്നെ പേഷ്യന്റിനുള്ള പ്രഷർ വേറെ, അവര് ചെക്ക് ചെയ്യാൻ വരുമ്പോൾ മെഷീൻ കംപ്ലൈന്റ് ആണെങ്കിൽ അറിയാലോ, അപ്പൊ അതിനുള്ള പെയിൻ. അപ്പൊ മാത്രമല്ല ഇത് ലൈഫ് സേവിങ് എക്യുപ്മെന്റ് ആണ്. അതെ, അതെ. 10 സെക്കൻഡ് വൈകിയ ഒരാളുടെ ജീവൻ പോയി. അപ്പൊ ഇതിനൊരു സൊല്യൂഷനാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തത്. ഞങ്ങളുടെ കൺസെപ്റ്റ് സിമ്പിൾ ആണ്. ഒരു ഹോസ്പിറ്റലിലുള്ള എന്ത് പ്രൊഡക്റ്റ് ഏത് കമ്പനിയുടെ ആണെങ്കിലും സൈറിക്സിനെ വിളിച്ചാൽ ഞങ്ങൾ അത് റിപ്പയർ ചെയ്ത് കൊടുക്കും. എക്സലന്റ്. അതായത് ആ ഹോസ്പിറ്റലിലുള്ള എന്ത് എക്യുപ്മെന്റ് കേടായാലും ആ കമ്പനിയെ വിളിക്കേണ്ട, സൈറിക്സിനെ വിളിച്ചാൽ ഞങ്ങൾ സൊല്യൂഷൻ കൊടുക്കും. അത്ര എളുപ്പമുള്ള കാര്യമല്ല ജോയി പറയുന്നത്. കാരണം അതിനുള്ള സ്പെഷ്യലിസ്റ്റുകളെ, അതിനുള്ള ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം, അവരെ എക്യുപ്പ് ചെയ്യണം, പല എക്യുപ്മെന്റ്സ് അല്ലേ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചത്. അതെ സാറേ, ഇത് ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഉണ്ടായ ഒരു ഇതല്ല. ഞങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇതിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഓരോ വെർട്ടിക്കൽ കൂട്ടി വന്ന ഒരു സംഗതിയാണ്. ഇത്രയും മോഡൽ സക്സസ്ഫുൾ ആയി. തീർച്ചയായും. കാരണം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം സൈറിക്സ് ഒറ്റ നമ്പർ മതി. അതെ, അവിടെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ വരും. അതെ, അത് സക്സസ്ഫുൾ ആയി. അതെ, എക്സലന്റ്. ആ ഗ്രോത്ത് കേരളം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തു. അതെ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കേരള ഗവൺമെന്റ് ഒരു ടെൻഡർ വിളിക്കുകയാണ്. ഇവിടെയുള്ള കേരളത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ എക്യുപ്മെന്റ്സും സർവീസ് ചെയ്യാനായിട്ട് ഒരു ഏജൻസിനെ വേണ്ടിയുള്ള ഒരു ടെൻഡർ വിളിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓൾറെഡി ആ കോൺസെപ്റ്റിലാണ്. അതെ, അതെ. അപ്പം ഇതിന്റെ പ്രീ ബിഡ് മീറ്റിംഗ് ഉണ്ടല്ലോ, അപ്പൊ അതിന് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പം അന്ന് ആ ടെൻഡറിൽ ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ അതില് ക്വാളിഫൈ ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണം, ഫിനാൻഷ്യൽ ടേൺ ഓവർ ഇത്ര വേണം, അങ്ങനെ കുറെ ക്രൈറ്റീരിയ ഉള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പക്ഷെ ഞങ്ങൾക്ക് ആ ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഫ്യൂച്ചറിൽ നല്ല ഒരു സ്കോപ്പ് ഉള്ള സംഭവം എന്ന് മനസ്സിലായി. ഇത് എല്ലാ സ്റ്റേറ്റിലും വരാൻ, ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെയാണ്, എല്ലാ സ്റ്റേറ്റിലും വരാൻ ഈ കൺസെപ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. തന്നെ ഇതൊരു കോമ്പറ്റീഷനും കുറവാണ്. അന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്, അന്നെന്ന് പറയുമ്പോൾ 2013 ഓർക്കണം, അന്നാണ് ഈ ടെൻഡർ വന്നത്. അപ്പം ഞങ്ങൾക്ക് അന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒറ്റ കമ്പനി പോലും ഇല്ല, ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനീസും അതിനകത്ത് ഇല്ല എന്ന് മനസ്സിലായി. എല്ലാ MNC കമ്പനികളാണ് ഇവിടെ വന്നത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊന്ന് ഈ പാത്തൊന്ന് ഫോളോ ചെയ്യാമെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ ഞങ്ങൾ അടുത്ത 5 വർഷം ഞങ്ങളുടെ മെയിൻ ഫോക്കസ് ഈ ടെൻഡർ എങ്ങനെ ക്വാളിഫൈ ചെയ്യാം, എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ നമുക്ക് ഉണ്ടാക്കാം. അടുത്ത 5 വർഷം ഞങ്ങൾ ഇതിനു വേണ്ടി അതെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ എടുത്തു, അതിനുവേണ്ടി ടെക്നോളജി യൂസ് ചെയ്തു, അങ്ങനെ ബിൽഡ് ചെയ്തു. പിന്നെ ടേൺ ഓവർ അതിട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് കിട്ടി. അതെ, അതൊരു ഗ്രോത്തിന്റെ ഒരു പാത്തായിരുന്നു. അതെ, അതെ. അല്ലേ, 5 കൊല്ലം കൊണ്ട് ബിൽഡ് ചെയ്തു. 5 കൊല്ലം. പക്ഷേ 5 കൊല്ലം വരെ ടെൻഡർ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇല്ല 5 കൊല്ലം പല ടെൻഡറുകളും വന്നു, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഈ ടെൻഡർ എന്ന് വെച്ചാൽ 5 വർഷം 10 വർഷത്തേട്ടാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെയാണെങ്കിൽ ഒരാൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത 5 വർഷത്തേട്ടാണ് ടെൻഡർ. 5 വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അടുത്ത ആളെ കിട്ടാനായിട്ട്. അപ്പൊ അങ്ങനെ 2018 അടുത്ത UP ഗവൺമെന്റ് ഒരു ടെൻഡർ വിളിച്ചു. ഉത്തർപ്രദേശിൽ. അതെ, സെയിം കൺസെപ്റ്റ്. അവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ എക്യുപ്മെന്റ്സും സർവീസിന് ഒരാളെ ഏൽപ്പിക്കുക എന്നുള്ളത്.
അപ്പോൾ അത് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് അന്നേരം ഇത് ടെൻഡർ അവാർഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ UP പോയി. അവർ നിങ്ങൾക്ക് അവാർഡ് ചെയ്തു. അത് എത്രയായിരുന്നു? എമൗണ്ട് എത്രയായിരുന്നു? അത് ഫസ്റ്റ് ഇയറിൽ ഒരു 50 കോടി. 50 കോടിയോ? അപ്പൊ ആ സമയത്ത് സൈറക്സിന്റെ ടേൺ ഓവർ അത്രയുണ്ടോ? അതെ, ഞങ്ങൾ ഏകദേശം 50 കോടി അത്രേ ഉള്ളൂ. പക്ഷെ എടുക്കുന്നത് ഈ ഒരു വർഷത്തെ ടേൺ ഓവറിന് തുല്യമായിട്ടുള്ള സാധനമാണ് നിങ്ങൾ എടുക്കുന്നത്. പക്ഷെ അതിന്റെ മാൻ പവറോ? അപ്പോൾ ഇത് ടെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ സർവീസ് കൊടുക്കണം. ഇന്ന ടൈമിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ സർവീസ് കൊടുക്കണം. അപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് മൾട്ടിപ്പിൾ ആളുകൾ വേണം. 75 ഡിസ്ട്രിക്ട് ഉണ്ട്. അപ്പോൾ ഏകദേശം 250 ആളുകളോളം നമുക്ക് വേണം, റോൾസിൽ വേണം. അതെ. അപ്പൊ പിന്നെ അത് ഞങ്ങൾ അവിടെ പോയി സ്റ്റേ ചെയ്ത് ഇങ്ങനെ ഒരു സീറോയിന്ന് ഈ സാധനം സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. തന്നെയല്ല സാറേ, ഇത് ലാംഗ്വേജ് പ്രശ്നമുണ്ടല്ലോ. നമുക്കാണെങ്കിൽ അത്ര ഹിന്ദി അറിയത്തില്ല. അപ്പൊ അവിടെ പോയി നിന്ന് ഇത് ബിൽഡ് ചെയ്ത് പയ്യെ ഇത് കൊണ്ടുവരിക. പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ മലയാളി കമ്പനികൾ പുറത്തേക്ക് ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് കുറെ മലയാളികളായിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെയാണോ നിങ്ങൾ ചെയ്തത്? നമ്മള് തുടക്കത്തിലും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. ഇവിടുന്ന് ആളുകളെ അവിടെ കൊണ്ടുപോകുക. പക്ഷെ അത് അത്ര സക്സസ് ആയില്ല. പെട്ടെന്ന് അതിൽ ഫെയിലിയർ എന്ന് വെച്ചാൽ അവിടെയുള്ള ലാംഗ്വേജിന്റെ പ്രശ്നം, അവിടെയുള്ള ഫുഡ് പ്രശ്നം, പിന്നെ അതെ. പിന്നെ അവിടെയുള്ള ആളുകളായിട്ടുള്ള സംസാരിക്കുന്ന കൾച്ചർ വേറെയല്ല. പിന്നെ ഞങ്ങൾ ആ കൺസെപ്റ്റ് മാറ്റി. ഏത് സ്റ്റേറ്റിൽ പോയാലും ആ സ്റ്റേറ്റിലുള്ള ആളുകളെ തന്നെ ക്യാപ്ചർ ചെയ്യുക. പിന്നെ അവർക്കൊരു കംഫർട്ട് സോൺ അതാണ്. ഏത് ഡിസ്ട്രിക്റ്റാന്ന് വെച്ചാൽ ആ ഡിസ്ട്രിക്ട് കഴിയുന്നത് ആ ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെയുള്ള ആളുകളെ സെലക്ട് ചെയ്യാന്നുള്ള. 250 പേർക്ക് അവിടെ പോയി നിങ്ങൾ തൊഴിൽ കൊടുക്കുന്ന രീതിയിൽ. അതെ. അതിന് പെനാൽറ്റി ക്ലോസസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്. അതെ. പക്ഷെ ആ പ്രോജക്റ്റ് നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായും. അതുകൊണ്ട് വേറെ പ്രോജക്റ്റുകൾ കിട്ടിയോ? തീർച്ചയായും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടുത്ത ഇപ്പൊ അറ്റ് പ്രസന്റ് ഞങ്ങൾ 4 സ്റ്റേറ്റില് ഞങ്ങൾക്ക് സർവീസ് ഞങ്ങളിപ്പോ ചെയ്യുന്നുണ്ട്. എക്സലന്റ്. എവിടെയൊക്കെയാണത്? ഞങ്ങൾ ലാസ്റ്റ് കിട്ടിയത് ഞങ്ങൾക്ക് രാജസ്ഥാനാണ്. അതിനു മുമ്പ് ആന്ധ്ര ഗവൺമെന്റ് കിട്ടി. പിന്നെ കേരള ഗവൺമെന്റ് കിട്ടി. അന്ന് പോയത് ഞങ്ങളെ ക്വാളിഫൈ ചെയ്യാത്തത് ഞങ്ങൾക്ക് 2022 ഞങ്ങൾക്ക് അത് അത് കേരളത്തിലെ ഒരു 32 കോടിയുടെ ഇയർലി ബില്ലിംഗ് 32 കോടി വരുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ ടോട്ടൽ 4 5 സംസ്ഥാനമാണ്? 4 സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്നൊരു ചെറിയ രീതിയിൽ തുടങ്ങിയ സാധനം സൈറക്സ് ഇന്ന് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? ഞങ്ങള് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങള് കേരളത്തിലെ 3 ജില്ലകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഞങ്ങൾ 3 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞങ്ങള് ഇന്ത്യ ഉൾപ്പെടെ 4 രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് സർവീസ് ഉണ്ട്. അന്ന് 3 പേരുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് 1100ഓളം സ്റ്റാഫുകൾ ഇപ്പൊ ഞങ്ങളുടെ പേരോളിലുണ്ട്. 1100. അതെ. എത്ര സിറ്റികളിൽ നമ്മുടെ സർവീസ് അവൈലബിൾ ആയിരിക്കും? നമ്മള് ഇപ്പൊ ഇന്ത്യയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 10 സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് പ്രസൻസ് ഉണ്ട്. സർവീസ് ആയിട്ടോ സെയിൽസ് ആയിട്ടോ കാലിബ്രേഷൻ ആയിട്ടോ ഞങ്ങൾക്ക് എന്ത് വിറ്റുവരവിലേക്ക് എത്തിപ്പോ? ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് ഇയർ 310 കോടിയാണ് ഞങ്ങളുടെ ടേൺ ഓവർ. മൈ ഗോഡ്, 310 കോടി 1100 പേർക്ക് തൊഴിലായി. അതിനിടയിൽ താങ്കൾ പറഞ്ഞു ഇന്ത്യ മാത്രമല്ല ബാക്കി 3 രാജ്യങ്ങളും കൂടി. അതെവിടേക്കാണത്? അത് ഞങ്ങള് കൊറോണയ്ക്ക് തൊട്ട് മുന്നേ ഞങ്ങള് കുവൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം മൊഡ്യൂൾ സെയിം സർവീസ് തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങളിപ്പോൾ സൗദിയിലും ദുബായിലും കൂടി ലാസ്റ്റ് 2 ഇയർ ആയിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ജോയ്, ഈ വളർച്ച സ്വപ്നതുല്യമാണ്. ഏതൊരു വളർച്ചയുടെ പിന്നിലും 2 പേരുടെ ആ കൂട്ടായ്മയും പ്രവർത്തനവും ഒത്തൊരുമയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അജിത്തും ജോയും 2 പേര് ചേർന്നാണ് ബിൽഡ് ചെയ്തത്. ഞാൻ സാധാരണഗതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത്തരം കമ്പനികൾ വളരുമ്പോൾ പണമാണ് കയ്യിലേക്ക് വരുന്നത്. നിങ്ങൾ ഇതിൽ വരുന്ന പണമെല്ലാം നിങ്ങൾ തന്നെ എടുക്കുകയാണോ? എന്താണ് ഇതിൻ്റെ ഒരു ഇക്വേഷൻ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രോത്തിനെ ഞങ്ങൾക്ക് സഹായിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഞങ്ങൾ കമ്പനി തുടങ്ങി ആദ്യ മാസം മുതലേ ഞങ്ങൾക്ക് അത് ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യ മാസം തന്നെ ഞങ്ങൾക്ക് എന്താണോ സാലറി, ആ സാലറിയുടെ ഒരു ഫിക്സഡ് എമൗണ്ട് മാത്രമേ ഞങ്ങൾ 3500 കിട്ടിക്കൊണ്ട്. അതെ. എനിക്ക് തോന്നുന്നു അന്ന് ഒരു 5000 രൂപയെന്ന് തോന്നുന്നു ഞങ്ങള് സാലറി ആയിട്ട് ഞങ്ങൾ അതിൽ കൂടുതൽ വരുമാനമുള്ള സമയത്തും. അതെ. ആ സാലറിയും പിന്നെ അതിന്റെ എക്സ്പെൻസ് കാര്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. അന്ന് മുതൽ ഇപ്പൊ 21 വർഷമായെങ്കിലും ഇതേ രീതി തന്നെയാണ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഞങ്ങളുടെ മാർക്കറ്റിൽ ഞങ്ങൾക്ക് എന്ത് വാല്യൂ ഉണ്ടോ അതിനുള്ള സാലറി ഞങ്ങൾ എടുക്കുന്നു. എക്സ്പെൻസ് ഏതാന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുന്നു. ഒരു സ്റ്റാഫിനെ എങ്ങനെയാണോ ഒരു ഡീൽ ചെയ്യണം അതേ രീതിയിൽ മാത്രമേ 310 കോടിയിൽ എത്തി നിൽക്കുമ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യുന്നു. ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ വളർച്ചയിൽ ഏതൊരു കമ്പനിയുടെ വളർച്ച തുടക്കത്തിൽ നിങ്ങളുടെ മൂലധനം എന്ന് പറയുന്നത് 10,000 രൂപ കയ്യിൽ നിന്നിട്ട് ടൂൾസ് വാങ്ങി എന്ന് പറഞ്ഞു, അതെ അല്ലേ?
പിന്നീടുള്ള വളർച്ചയ്ക്ക് സഹായമായത് എന്തായിരുന്നു? ബാങ്ക് ലോൺ ആയിരുന്നു? സാറിനോട് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കൺസെപ്റ്റ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ തന്നെ അത് ഇടുകയാണ്. അപ്പം അത് ഒരു ലെവൽ വരെ എത്തി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റേഞ്ചിൽ നിൽക്കാതെ വന്നപ്പോഴാണ് പിന്നെ ഞങ്ങൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ട് അവർ ഓഡി ഫെസിലിറ്റി തന്ന് അങ്ങനെ ഒരു സ്റ്റേജ് വരെ അങ്ങനെ ബാങ്കിന്റെ ഓഡി എക്സ്പാൻഷൻ. അതെ, ഒരു വലിയ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ 4 സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ വലുതാണ്. എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഫണ്ട് വേണം. അതെ, അവിടെ നിന്നാണ് ഒരു ഫണ്ടിങ്. അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും ഇത്. എല്ലാ സംരംഭകരുടെ ഒരു മോഹമാണ് ഫണ്ടിങ് കിട്ടുക. ഫണ്ടിങ്ങിനേക്ക് ഇറങ്ങുമ്പോഴാണ് നിങ്ങൾ കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നത് അല്ലേ? ഫണ്ടിങ് കിട്ടിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കിട്ടി. ഒരു വാല്യുവേഷൻ ചെയ്യിക്കണം. അതെ. വാല്യുവേഷൻ എത്രയായിരുന്നു ആ ഫണ്ടിങ് കിട്ടുമ്പോൾ? ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ കയ്യിലുള്ള ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സർവീസാണ്, മെഡിക്കൽ എക്യുപ്മെന്റ് സർവീസ്. ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് ഞങ്ങൾക്ക് എവിടെയും കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ എക്സ്പാൻഷന് പറ്റിയ ഒരു മൊഡ്യൂളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ പക്ഷേ ഇതിന് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണം, ടെക്നോളജി ഇതിനകത്ത് വേണം, നല്ല മാൻ പവർ ഉള്ള ആളുകൾ വേണം, ടൂൾസ് വേണം, ഇതിനകത്ത് സപ്ലൈ ചെയിൻ കറക്റ്റ് ആവണം. അപ്പോൾ കുറേ ഫെസിലിറ്റി ഇതുണ്ടായാൽ നല്ല ഒരു മൊഡ്യൂളായിട്ട് ഞങ്ങൾക്ക് ഇത് എക്സ്പാൻഷന് പറ്റുന്ന ഒരു മൊഡ്യൂളാണ് ആക്കാമെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഫണ്ടിങ്ങിനെ കുറിച്ച് ചിന്തിച്ചത്, ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ആദ്യപടി എന്നുള്ള രീതിയിൽ ഞങ്ങൾ വാല്യുവേഷൻസ് എത്രയാണ്, ഞങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞങ്ങൾ വാല്യുവേഷൻ ഒന്ന് എടുത്തു നോക്കി. അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു വാല്യുവേഷൻ്റെ ഞങ്ങളുടെ വാല്യൂ ഞങ്ങൾക്ക് മനസ്സിലായത്. അന്ന് സ്റ്റാർട്ടിങ്ങിലെ 2 വർഷം മുമ്പ് ഞങ്ങൾ വാല്യുവേഷൻ എടുക്കുമ്പോൾ 450 കോടിയായിരുന്നു ഞങ്ങൾക്ക് വാല്യുവേഷൻ. ഞെട്ടിക്കാണും. അതെ. അപ്പോഴാണ് ഞങ്ങൾ തന്നെ മനസ്സിലായത് ഇത്ര നമ്മുടെ വാല്യൂ 450 കോടിയാണെന്നുള്ള തിരിച്ചറിവാണ്. അതെ. ശരി. അപ്പൊ ഞങ്ങൾ അന്ന് 2 ടീമിനെ കൊണ്ട് വാല്യുവേഷൻ ചെയ്തു, ബിഗ് ഫോറിലുള്ള 2 കമ്പനീനെ കൊണ്ട് വാല്യുവേഷൻ ചെയ്തു. അന്നേരമാണ് 450 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര കിട്ടി? ഇപ്പൊ ഞങ്ങൾക്ക് ലാസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയത് 140 കോടിയാണ് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ്. 140 കോടി ഇൻവെസ്റ്റ്മെന്റ്. അതെ. ആരായിരുന്നു അത്? അത് സോമർസെറ്റ് എന്ന് പറഞ്ഞ ഒരു മുംബൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വന്നു. അതെ അല്ലേ? അപ്പൊ അവിടെയും വേറൊരു കാര്യമുണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോഴും നമുക്ക് ഈ പണം ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇല്ല. ഇപ്പൊ എന്ത് വാല്യുവേഷൻ ഉണ്ട്? ഇപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ഒരു വർഷത്തോളമായി അവര് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഞങ്ങളുടെ ഒരു അപ്രോക്സിമേറ്റ് ഒരു 650 കോടി ഒക്കെയാണ് ഞങ്ങളിപ്പോൾ വാല്യുവേഷനിൽ എത്തി നിൽക്കുന്നത്. 10,000 രൂപ മൂലധനവുമായി ടൂൾസുമായിട്ട് സർവീസ് ചെയ്യാൻ ഇറങ്ങിയ നിങ്ങളാണ് ഈ 650 കോടി വാല്യുവേഷനുള്ള കമ്പനി ബിൽഡ് ചെയ്തത്, സൈറെക്സ് അല്ലേ? ഇപ്പോൾ ഈ വർഷത്തെ എത്രയായിരിക്കും നമ്മുടെ ടേൺ ഓവർ? ഞങ്ങൾ ഈ വർഷം പ്ലാൻ ചെയ്യുന്നത് 520 കോടിയാണ് പ്ലാൻ ചെയ്യുന്നത്. എക്സലന്റ്. 500 നമ്മൾ ഈ വർഷം ക്രോസ് ചെയ്യുന്നുള്ള ഉറപ്പായി കഴിഞ്ഞു അല്ലേ? വെരി ഗുഡ്. അവിടെയാണ് അടുത്ത ചോദ്യം. ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് 2 പാർട്ട്നേഴ്സ് ഉണ്ട്. പലപ്പോഴും ഈ വളർച്ചയിൽ ഈ പാർട്ട്നേഴ്സ് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് 2 പേരും ഒരേ സ്വഭാവക്കാരാണ് നല്ലതാണ്, ചിലർ പറയുന്നത് കേൾക്കാൻ 2 പേരും ഡിഫറെൻ്റ് ആണെങ്കിൽ നല്ലതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഒരു സംരംഭത്തിൻ്റെ വളർച്ചയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അജിത്തും ജോയ് 2 പേരും എൻ്റെ സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് തന്നെ ചോദിച്ചോട്ടെ, ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? പൊതുവെ ആളുകൾ പറയും ഞങ്ങൾ 2 പേരും 2 നേച്ചറാണെന്നുള്ളത്. അപ്പം ഞാനൊന്നും കൂടി സൈലന്റ് ക്യാരക്ടറാണ്. അപ്പം തന്നെയല്ല, ഞങ്ങൾ ബിസിനസ് ആയാലും ഞങ്ങൾ തുടക്കത്തിലെ തന്നെ അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളൊന്നും ഇല്ലായിരുന്നു, ഒറ്റ ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ. അത് ഞങ്ങൾ 2 പേരും കൂടി നോക്കിയായിരുന്നു. പക്ഷെ ഒരു ഏരിയ ഒരു കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഞങ്ങൾ അത് തിരിച്ചു. HR ആയി, അക്കൗണ്ട്സ് ആയി, ഫിനാൻസ് ആയി, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെന്റ് ആയി. അപ്പം അന്നേരം ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റുകൾ ഞാൻ നോക്കുന്നു, ചില ഡിപ്പാർട്ട്മെന്റ് അജിത്ത് നോക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഒരു മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയത്. ഇപ്പോഴാണെങ്കിൽ അജിത്ത് ഒന്നും കൂടി വിഷണറി ആയിട്ടുള്ള ആളുകളുണ്ട്, സ്വപ്നം കാണുന്ന ആളാണ്. അതെ. അപ്പം പുള്ളിയുടെ ആളുടെ വിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ പുള്ളി എന്ത് കാണുന്നോ അത് ഫീൽഡ് ലെവലിലെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, അതിനുള്ള ഇംപ്ലിമെന്റേഷൻ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ. നമ്മുടെ ഈഗിൾസിന്റെ ഭാഷയെ പറഞ്ഞ ഒരാൾ സ്ട്രാറ്റജിക് മൈൻഡ് സെറ്റും എക്സിക്യൂഷൻ മൈൻഡ് സെറ്റാണ് ജോയ്ക്ക്. ആ കോമ്പിനേഷൻ ആണ്. അതെ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ടോ? അഭിപ്രായ വ്യത്യാസം എന്ന് വെച്ചാൽ പൊതുവെ ഞങ്ങൾ ഒരാളെടുത്ത ഡിസിഷൻ എന്താന്ന് വെച്ചാൽ അതിന് മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പതിവുള്ളൂ. ചിലപ്പോൾ ആ ഡിസിഷൻ തെറ്റാവാം, പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ലേണിംഗ് ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്.
മിക്കപ്പോഴും. അപ്പോൾ ആര് ഡിസിഷൻ എടുത്തോ, ഇപ്പം ഞാൻ പറഞ്ഞ ഡിസിഷൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ മാത്രമേ നടക്കാവൂ എന്നുള്ള ഒരു ചിന്താഗതി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. അപ്പോൾ ആര് പറഞ്ഞതായാലും കമ്പനിക്ക് അത് നല്ല കാര്യങ്ങളാണെങ്കിൽ ഞങ്ങളത് ചിലപ്പോൾ ആ ഡെസിഷൻ ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴത്തേക്കും ഫെയിലിയർ ഉണ്ടായിട്ടില്ല, തീർച്ചയായും. പക്ഷെ ഇറ്റ്സ് ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാൻ അതെ തയ്യാറാണ്. അതെ അതെ നമ്മളൊന്നും ഇല്ലായ്മയിൽ നിന്ന് അതെ വന്നവരാണ്, അതെ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അതെ അതെ. ഒരു കമ്പനി വാല്യുവേഷൻ അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? സാറേ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു ബാങ്ക് ലോണിന് പോയിട്ടുണ്ടെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, അവർ ഫുള്ള് നമ്മളെ എല്ലാം അവിടെ ഇവിടെയൊക്കെ സൈൻ ചെയ്തിട്ടാണ് എടുക്കുക. ഇപ്പം എന്ന് പറയണ പോലെയാണ് നമ്മൾ ഒരു കമ്പനിയിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിൽ അവർക്കൊരു ട്രസ്റ്റ് ഉണ്ടാവണം അല്ലേ. അവരൊരു ജാമ്യം കൂടാതെയാണ് നമ്മുടെ കയ്യിൽ ഫണ്ട് ഇടുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഫണ്ട് ഇട്ടാൽ അവരുടെ ഫണ്ട് വാല്യൂ കുറയില്ല, അത് മുന്നോട്ടേ പോകുള്ളൂ എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവണം. അപ്പം അതിനെന്ത് വേണം, നമ്മുടെ കമ്പനിയുടെ ഒരു സിസ്റ്റം ഡ്രിവൺ ആയിട്ട് നമ്മൾ പോകണം. ഇപ്പോൾ സപ്പോസ് നമ്മളില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനി ഇതേ രീതിയിൽ നടന്നു പോകണം. അപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും സിസ്റ്റം ഡെവലപ്മെൻറ്റ് ടെക്നോളജി ഒക്കെ കമ്പനിയിൽ വേണം. തന്നെയല്ല ഇതിനൊരു ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ട്. കമ്പനി ഇയർലി ഗ്രോത്ത് ഉള്ള ഒരു ഫേമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് ഉള്ള ഫേമാണ്. ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇവർ വാല്യുവേഷൻ ഇടുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ ആണ്. തീർച്ചയായും എല്ലാം ഓപ്പൺ ആയിരിക്കണം. ഒരു ട്രാൻസ്പെറൻസി, എല്ലാത്തിലും ട്രാൻസ്പെറൻറ്റ്, അക്കൗണ്ട്സിലായാലും എല്ലായാലും ഓപ്പൺ ആയിരിക്കണം. അതൊക്കെ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ മുതൽ ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തെന്നുള്ളത് എങ്ങനെയോ അത് ഞങ്ങളുടെ കയ്യിൽ വന്നു പെട്ടു. അതാണ് ഞങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. ജോയ്, തുടക്കകാലത്ത് കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, അത് വളർന്നൊരു 50 പേരിൽ നിന്നൊക്കെയാണ് ഈ 1100 വരുന്നത്. അപ്പോൾ തുടക്കമൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ 1100 എംപ്ലോയീസ് എന്നൊക്കെ പറയുമ്പോൾ അത് പീപ്പിൾ റൺ കമ്പനി അല്ല, പിന്നെ സിസ്റ്റം റൺ കമ്പനിയാണ്. ഈ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് അത് ചെയ്തത്? ഓക്കെ സാർ, ഇപ്പോൾ ടെക്നോളജി വന്നാലും ഞങ്ങളുടെ ഫീൽഡിൽ നിന്ന് സർവീസ് ആയ കാരണം ഇതൊരു ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ഓറിയൻറ്റഡ് കമ്പനിയാണ് ഞങ്ങളുടെ. അപ്പോൾ ഇതൊരു ഫിസിക്കൽ ടച്ച് എന്തായാലും സർവീസിന് വേണം. അപ്പോൾ അത് കാരണം ഞങ്ങളുടെ മാൻ പവറിൽ ഇപ്പോൾ 1100 സ്റ്റാഫിൽ ഒരു 80% സർവീസ് എഞ്ചിനീയേഴ്സാണ്. ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ബയോമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞ ആളുകളാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അപ്പോൾ തുടക്കത്തിലെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ അത്ര വലിയ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രോങ് ആയി. തന്നെയല്ല ഞങ്ങൾ സ്ട്രക്ചർ, ഞങ്ങളുടെ ഒരു ഡിഫൈൻ സ്ട്രക്ചറാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഗുജറാത്തിലെ തന്നെ രാജസ്ഥാനിലെ ഒരു സ്റ്റേറ്റ് നോക്കിയാൽ തന്നെ അവിടുത്തെ ഡിസ്ട്രിക്റ്റിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. ആ എഞ്ചിനീയേഴ്സിൻ്റെ മുകളിലായിട്ട് ഡിസ്ട്രിക്ട് ഇൻചാർജ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു 3-4 ഡിസ്ട്രിക്ട് നോക്കുന്ന ഒരു ഡിവിഷണൽ മാനേജർ ഉണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു സോണൽ മാനേജർ ഉണ്ടാവും. ഇവരെല്ലാം നോക്കാനായിട്ട് ഒരു പ്രൊജക്റ്റ് ഹെഡ് ഉണ്ടാവും. പിന്നെ ആ ഹെഡിന് മുകളിലായിട്ട് ഒരു VP ഉണ്ടാവും. VP റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡയറക്ടർ ഉണ്ടാവും. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫിഗറായിട്ട് ഞങ്ങൾ വന്നു. നിങ്ങൾ എത്ര എക്യുപ്മെന്റ്സ് ആയിരിക്കും ഒരു ഹോസ്പിറ്റൽ ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പം ഞങ്ങൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു 5,50,000 എക്യുപ്മെന്റ്സ്, 5,50,000 എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അതെ അതെ അതെ. മൈ ഗോഡ്, അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉള്ളത് ഞങ്ങൾ തന്നെയാണ്. സൈറക്സ് തന്നെ. സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. വി ആർ ദ നമ്പർ 1 ബയോമെഡിക്കൽ കമ്പനി ഇൻ ഇന്ത്യ. ഈഗിൾസിന്റെ അഭിമാനമാണ് സൈറക്സ്. ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഇനി ഞങ്ങളുടെ എയിം എന്ന് പറഞ്ഞാൽ 2030 1000 കോടി ടച്ച് ചെയ്യണമെന്നാണ്. അതോടൊപ്പം തന്നെ IPO പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാണ് ഇനി ഫ്യൂച്ചർ പ്ലാനുകളുള്ളത്. സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നിങ്ങൾ ആ പ്ലാനിങ്ങിലോട്. അതെ അതെ അതെ. ജോയ്, വളരെ പക്വതയാർന്ന സംരംഭക ശൈലിയാണ് ജോയുടെയും അജിത്തിൻ്റെയും. രണ്ടുപേരും വളരെ ഹമ്പിളായിട്ട് വന്ന വഴി മറക്കാത്ത 2 സംരംഭകരുമാണ്. ഈ ഇൻ്റർവ്യൂ കണ്ടിരിക്കുന്ന പല സംരംഭകരുണ്ട്. പലപ്പോഴും ഒരു ചിന്തയുണ്ട്, നമ്മളൊരു മാനുഫാക്ചറിങ് സെക്ടറിലൊക്കെ ആണെങ്കിൽ അവർ വളർന്ന ബ്രാൻഡായി IPOയ്ക്ക് പോകുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയവരുണ്ടാവും. വളരെ ആരും ചിന്തിക്കാത്തൊരു മേഖലയാണ് സർവീസിൽ നിന്നൊക്കെ ഇത്ര 650 കോടി വാല്യുവേഷൻ, 1000 കോടിയിലേക്ക് ഇത്ര രാജ്യങ്ങൾ ഓപ്പറേഷൻ, ഇതൊക്കെ ചിന്തിക്കാൻ പോലും ആവില്ല. അത്തരം ചെറിയ സംരംഭങ്ങൾ നടത്തുന്നവരോട് നിങ്ങളുടെ ആ എക്സ്പീരിയൻസിൽ നിന്ന് എന്തുപദേശമാണ് കൊടുക്കാനുള്ളത്? സാർ, ഒന്നാമത് എനിക്ക് പറയാനുള്ളത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ളത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കിട്ടുന്നതെല്ലാം മാറിക്കൊണ്ട് പോകരുത്. അതെ അതെ. കമ്പനീനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് തന്നെ കാണുക എന്നുള്ളതാണ്. 2, നമ്മുടെ കൂടെയുള്ള ആളുകൾ നല്ല ആളുകൾ, സാറിൻ്റെ ഭാഷ പറഞ്ഞ A+ers ആണ്. നമ്മളെക്കാൾ കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കണം. ഓരോ ഫീൽഡിലുള്ള ആളുകൾ നമ്മളെക്കാൾ എക്സ്പെർട്ടായ ആളുകളായിരിക്കണം നമ്മുടെ കൂടെയുള്ളത്. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഡെയിലി നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ആയി നിൽക്കേണ്ടി വരും. നമുക്ക്
കൂടുതൽ ചിന്തിക്കാനോ അടുത്ത ലെവലിലേക്ക് ചിന്തിക്കാനോ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മളെയൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാവണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ എന്താ പറയുക, നമ്മൾക്ക് ഒരു സേഫ് സോൺ, ഇപ്പോൾ സാധാരണ ഞങ്ങളെ പോലെയുള്ള കമ്പനികൾ ഏതെങ്കിലും സർവീസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡീലർഷിപ്പ് കിട്ടി അതിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു പതിവാണ്. അപ്പോൾ അത് മാറിയിട്ട് മൾട്ടിപ്പിൾ കമ്പനിയുടെ മൾട്ടിപ്പിൾ ഏരിയ ഫോക്കസ് ചെയ്യുന്നുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ കണ്ട പ്രത്യേകത വലിയ സ്വപ്നങ്ങളും കാണണം. അതെ അതെ അതെ. നിങ്ങൾ പലപ്പോഴും ആ സ്വപ്നം കണ്ടിട്ട് എടുത്തു ചാടിയതിനു ശേഷമാണ് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടുള്ളത്. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ എന്ത് ഡിസിഷൻ തീരുമാനം എടുത്താലും പെട്ടെന്ന് ഞങ്ങൾ അങ്ങ് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും. ചിലത് സക്സസ് ആവാറുണ്ട്, ചിലത് സക്സസ് ആവാറില്ല. പക്ഷെ എന്നാലും ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പല വെർട്ടിക്കലുണ്ടാവും, പല ഡീലർഷിപ്പിന്റെ വെർട്ടിക്കൽ. ചില വെർട്ടിക്കലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ P&L നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ചിലപ്പോൾ അത് ലോസിലായിരിക്കും പോകണം. പക്ഷെ ഞങ്ങൾക്ക് ഒരു സ്കോപ്പ് ഉണ്ട്, ഇത് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം ഞങ്ങൾക്ക് പ്രോഫിറ്റിൽ എത്താൻ പറ്റും എന്നുള്ള കാരണം ഞങ്ങൾ പല വെർട്ടിക്കലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പലതും ഞങ്ങളുടെ ഉയർച്ചയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ 3 പേരായിരുന്നു തുടക്കത്തിൽ, പിന്നീട് 2 പേരായി. ആ 2 പേര് സൈറിക്സ് വളർത്തുന്നു. ഇന്ന് 1100 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. 500 കോടിയിലേക്ക് എത്തുകയാണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ. 1000 കോടിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ എത്ര പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമായി വളരും? സാർ ഏകദേശം ഒരു 2000 ആളുകളോളം വരും എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഞങ്ങൾ പോകുന്നത്. 2030 IPO നമ്മൾ പോയിരിക്കും. തീർച്ചയായും സാർ. ജോയ്, സാധാരണ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ എവിടെയെങ്കിലൊക്കെ ഒരു ജോലി കിട്ടി ആ ജോലി തുടർന്ന് അങ്ങനെ പോവും. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സർവീസ് ഇൻഡസ്ട്രിയിലൊക്കെ. അന്ന് അവിടെ നിന്ന് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് അവിടെയുള്ള സാലറി കുറവായിരുന്നു. ഞങ്ങൾ 2 പേരും ജൂനിയർ ആളുകളായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഒരു 5-6 പേരുണ്ട് സീനിയർ ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ അവിടെ നിന്ന് പെട്ടെന്ന് മാറാനുള്ള സാഹചര്യങ്ങൾ കുറവാണെന്ന് എനിക്ക് തോന്നിയിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഒരുപക്ഷെ സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സമയം കൊണ്ട് ഒരു 15 വർഷം കൊണ്ട് ചിലപ്പോൾ ആ സീനിയർ പോസ്റ്റിലായിരിക്കും ഞാൻ എത്തിയിരിക്കുക. അത്രയും ഒരു ഡെവലപ്മെന്റ് ചിലപ്പോൾ ഉണ്ടാകാൻ പറ്റുള്ളായിരുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നും ഉണ്ടായിരുന്നു? അതെ, അന്ന് നഷ്ടപ്പെടാനായിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല. ആകെ ചെറിയ സാലറിയേ ഉള്ളൂ. ഫിനാൻഷ്യലായിട്ട് അത്ര ഒരു സെറ്റപ്പ് ഉള്ള ഫാമിലി അല്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഒരു എടുത്തിയാടി ചെയ്തു എന്ന് പറയാം. അതാണ് നിങ്ങളുടെ നേട്ടം. അതെ, അതാണ് നിങ്ങളുടെ വളർച്ചയുടെ. അതെ അതെ അതെ. നിങ്ങൾ കേട്ടു സൈറിക്സ് എന്ന സ്ഥാപനം പടുത്തുയർത്തിയ ജോയുടെയും അജിത്തിൻ്റെയും കഥ. ചെറിയ രീതിയിൽ 3500 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്നവർ ഒരു 3 വർഷം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു. അവർക്ക് അറിയാവുന്ന പണി തന്നെ അവർ കണ്ടെത്തി. സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം ഒരു സംരംഭം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നല്ല ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലുകൾ, ലൈഫ് സേവിങ് എക്യുപ്മെൻറ്റ്സ് ആണ് അവിടെ. അതിൽ ഒരു 10 സെക്കൻഡ് ഡിലേ വന്നാൽ നഷ്ടപ്പെടുന്നത് ജീവനാണ്. അതുകൊണ്ട് തന്നെ അവർ ചിന്തിച്ചത് പല കമ്പനികളെ, പല സർവീസ് എഞ്ചിനീയേഴ്സിനെ വിളിക്കുന്നത് എന്തിനാണ്, ഒരു കുടക്കീഴിൽ എന്തുകൊണ്ടത് കൊടുത്തുകൂടാ എന്ന് ചിന്തിച്ച്, അത് വെറുതെ ഒരു രാത്രി കൊണ്ടുണ്ടായതല്ല, 20 കൊല്ലത്തെ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. അവർ ബിൽഡ് ചെയ്തത് ഒരു സ്പെഷ്യലൈസേഷനാണ്, സ്പെഷ്യലിസ്റ്റുകളെയാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകൾക്ക് വിളിക്കാം, ഏത് എക്യുപ്മെൻ്റ് ആണെങ്കിലും അവർ ചെയ്തു കൊടുക്കും. ആ മോഡൽ സ്കെയിലബിൾ ആണ്. ഏത് ബിസിനസ്സും സസ്റ്റൈനബിൾ ആണെങ്കിലേ സ്കെയിലബിൾ ആകാൻ സാധിക്കൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ സസ്റ്റൈനബിൾ ആയിരുന്നു. അതിൻ്റെ പിന്നിൽ കഠിനാധ്വാനമുണ്ട്. അതുമാത്രമല്ല, അവർ സെൽഫ് ഡിസിപ്ലിൻഡ് ആണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സംരംഭകരുണ്ടെങ്കിൽ ആ സംരംഭത്തിലേക്ക് വന്ന പണം നമ്മുടേതാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അത് ഉപയോഗിച്ചുകൊണ്ട് വീട് പണിയണം, അത് ഉപയോഗിച്ചുകൊണ്ട് ലക്ഷറി കാറ് വാങ്ങണം, കുട്ടികളുടെ ഫീസ് അടയ്ക്കണം. നോ. അതിലെന്താണോ നമുക്ക് അർഹതപ്പെട്ടത്, ഒരു ജീവനക്കാരൻ എടുക്കുന്ന പോലെ തന്നെ നമ്മളെടുത്ത് ആ രീതിയിൽ വളർന്നവരായതുകൊണ്ടാണ് ഇന്ന് 650 കോടി വാല്യുവേഷനും 500 കോടി വിറ്റുവരവിലേക്കുമൊക്കെ അവരെത്തിപ്പെടുന്നത്. വലിയ സ്വപ്നങ്ങളാണ്. 1100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സർവീസ് ഇൻഡസ്ട്രിയിൽ ഒരു സ്ഥാപനം മലയാളിക്ക് അഭിമാനമാണ്. അത് വളരും. അവരുടെ സ്വപ്നങ്ങൾ വലുതാണ്. 2030 IPO ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. ജോയ് വളരെ ഇൻസ്പയറിംഗ് ആണ്. എൻ്റെ സഹോദരങ്ങളാണ് നിങ്ങൾ 2 പേരും, അജിത്തും ജോയും. അദ്ദേഹം ഇവിടെ ഉണ്ടെന്നുള്ള ആ വിശ്വാസത്തിൻ്റെ ഞാൻ പറയുകയാണ്. ഈ സ്വപ്നം പോവുകയാണെങ്കിൽ 2030 ദൈവാനുഗ്രഹം കൊണ്ട് ആരോഗ്യത്തോടുകൂടി ഞാനിവിടെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് IPO ചെയ്തിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യണം, 2 പേരെ ഇരുത്തിയിട്ട്. നിങ്ങൾ കണ്ട എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ. 2000 അല്ല, അതിൽ കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാനാവട്ടെ. സംരംഭം തുടങ്ങാനിരിക്കുന്നവരും സംരംഭം നടത്തുന്നവർക്കും കേരളത്തിലെ ഏറ്റവും നല്ല മാതൃകയാണ് സൈറിക്സിൻ്റെ ഈ വളർച്ച. സ്റ്റാൻഡേർഡായിട്ട് കൃത്യമായി നല്ല രീതിയിൽ പ്ലാനിങ് ചെയ്ത്
നേരെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വന്ന് IPOയിലോട്ട് പോകുന്ന ആ ഒരു മോഡൽ, അത് ഉയരങ്ങളിലെത്തുന്നുള്ളത് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും നമ്മുടെ എല്ലാ 1500ഓളം വരുന്ന ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിലും എല്ലാ ആശംസകളും. ഓക്കെ സാർ, താങ്ക് യു.